സോ അപ്പം ഹായ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിലും നമ്മുടെ സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക്കിൽ പ്രീമിയം മല്ലിൽ തന്നെ ഒരു യുണീക്ക് സ്റ്റൈലിൽ വരുന്ന വർക്കാണ് കാണാൻ പോവുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വർക്കിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിന് 1095 പ്രൈസേ വരുന്നുള്ളൂ. കുറച്ചധികം കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ വർക്ക് വരുന്നത്. ഫുള്ളും എംബ്രോയ്ഡറി ആണ്, പ്രിൻ്റ് അല്ല. ഇത് കണ്ടില്ലേ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറീസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കണ്ടാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാരീസിലൊക്കെ ആപ്ലിക്ക് ചെയ്ത് വരുമ്പം അതുപോലത്തെ ഒരു പാറ്റേൺ, ആപ്ലിക് അല്ല പക്ഷേ അതിൻ്റെ ഒരു സ്റ്റൈലിൽ വരുന്ന എംബ്രോയ്ഡറി ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇതേപോലെ ഫുൾ വർക്കാണ്. ദുപ്പട്ട വന്നിട്ട് ഇത് താഴെ ഭാഗത്ത് ഇതുണ്ടോ, ഒരു വെറൈറ്റി സ്റ്റൈലാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതേപോലെ ഒരു എംബ്രോയ്ഡറി ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു കോട്ടൺ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു പാച്ചും കട്ട് ആൻഡ് പേസ്റ്റ് വർക്കാണ് താഴെ ഭാഗത്ത് ചെയ്തേക്കുന്നത്. 1095 പ്രൈസ് വരുന്നുള്ളൂ. ഇതുണ്ട്, ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. എല്ലാം ടോപ്പ് ദുപ്പട്ട എല്ലാം ഒരേ കളർ ഷെയ്ഡിലാണ്. ചിലത് ഇങ്ങനെ ഈ ബ്ലാക്കിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ചില കളേഴ്സ് ചിലപ്പം ഡിഫറൻസ് തോന്നിയേക്കാം, ബട്ട് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ലുക്കില്ല. 1095 പ്രൈസ് വരുന്നുള്ളൂ. ഇതുണ്ട്, ഇതാണ് അടുത്ത കളർ. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്, വളരെ യുണീക്ക് സ്റ്റൈലാണ്. പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളുക. നമ്മുടെ ടർക്കിഷ് ഓർഗൻസ സാരീസിൽ അല്ലെങ്കിൽ ആപ്ലിക് സാരീസിലൊക്കെ വരുന്ന ഒരു സ്റ്റൈലിലുള്ള പാറ്റേൺ ആണ് ഇത് ചെയ്തേക്കുന്നത്. കണ്ടാൽ അതുപോലെ തോന്നുമെങ്കിലും അതിന്റെ സ്റ്റൈലിലുള്ളൊരു എംബ്രോയ്ഡറി ആണ് ഇതിൽ ഫുൾ ആയിട്ട് പോയേക്കാം. അപ്പോൾ അടുത്ത കളർ ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ കളറാണ്. ചെറിയൊരു യെല്ലോടെ ബ്ലെൻഡ് വരും. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈൽ. പ്ലെയിൻ ആയിട്ട് ദുപ്പട്ട വന്നിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ സെയിം എംബ്രോയ്ഡറി വിത്ത് ഇതുപോലെ ഒരു പ്രിന്റഡ് പാച്ച് ആണ് കൊടുത്തേക്കുന്നത്. വർത്ത് പ്രൈസ് ആണ്. ഇത് ബ്ലൂ അല്ല, ഗ്രീൻ ബേസ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു കൈൻഡ് ഓഫ് മെയിൻ ഗ്രീൻ പോലെയൊക്കെ നിൽക്കും. പാറ്റേൺസ് സെയിം. എല്ലാത്തിലും ഈ ബ്ലാക്ക് ബേസ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുക. സോ ഈ ഒരു കളർ പേസ്റ്റിലും പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടും തോന്നും. നേരിട്ട് കാണുമ്പോൾ അങ്ങനെയില്ല. പേസ്റ്റ് അല്ല, ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള നല്ല കളർഫുൾ ഷെയ്ഡാണ്. അത് ഈ വർക്കിന്റെ കോമ്പിനേഷനോടാണ് നമുക്ക് ഒരു പേസ്റ്റൽ ടോണിൽ തോന്നുക. ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടും വരും. അങ്ങനെയല്ല, ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡാണ്, കളർഫുൾ ഷെയ്ഡാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കാണ്. അത്രയും ഡാർക്ക് ഇല്ല. നമ്മൾ മുന്നേ കണ്ടത് ഒരു ഗ്രീൻ ബേസ് ആയിട്ടുള്ള ഒരു കളറും ഇതിൽ കുറച്ചും കൂടെ നേരിട്ട് കാണുമ്പോൾ ഒരു ബ്ലൂ ബേസിന്റെ, അതായത് ഗ്രീൻ ഉണ്ട് എന്നാൽ കുറച്ചുകൂടെ ബ്ലൂ ആയിരിക്കും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുക. സോ ഇതുണ്ട്, ഇതാണ് അടുത്ത ഷെയ്ഡ്. നമ്മൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കളർ മുമ്പേ കണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചും കൂടെ ലൈറ്റ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. എന്നാൽ വളരെ വെറൈറ്റി ആണ്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും. ആൻഡ് മൽച്ചന്തേരി ഫാബ്രിക് ആണ്. സോ സമ്മർ സ്പെഷ്യൽ ആണ്. ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക് ആണ്. ഇത് അധികം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു മൽച്ചന്തേരി കളർ ഷെയ്ഡാട്ടോ ഇത്. പേസ്റ്റലല്ല, ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കും. നല്ല ഷെയ്ഡാണ്. എല്ലാത്തിലും കോമൺലി ഈ ബ്ലാക്ക് ടോണും കൊണ്ടാണ് ഈ ഫുൾ എംബ്രോയ്ഡറി വർക്ക്. അതായത് നമ്മുടെ ഒരു ആപ്ലിക് റിപ്ലിക്കയിലുള്ള എംബ്രോയ്ഡറി ആണ് ഇതിൽ ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. ടർക്കിഷ് ഓർഗൻസിലൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ് ഇതിൽ കൊടുത്തേക്കുക. സോ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ അല്ലേ, വൈറ്റ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ, യൂണിവേഴ്സൽ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് വരും. ആൻഡ് ദുപ്പട്ടയാണെങ്കിലും എപ്പോഴും ഉള്ള പാറ്റേണിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട പോയേക്കുക. ഈ ഒരു പ്രിന്റഡ് പാച്ച്, അതിൽ എംബ്രോയ്ഡറി വർക്ക്, ഇത് ഫുൾ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് പാറ്റേൺ ആണ് ഇതിൻ്റെ ബോർഡറിൽ പോയേക്കുക. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്, കുറച്ചധികം കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. 1095 പ്രൈസ് വരുന്നുള്ളൂ. താങ്ക്